ഞാൻ എം വിജിനിലേക്ക് പോകുന്നു. ശ്രീ എം വിജിൻ, നാളെ സഭയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്? അല്ല, ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞ ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ പറയാം. സഭയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടേതായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. കേരള സമൂഹത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അത് രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന് തന്നെ സ്വാഭാവികമായിട്ട് നിയമസഭ വേദിയാകാറുണ്ട്. അത്തരം പോരാട്ടങ്ങൾക്ക് കൂടി വേദിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീകുമാർ സാറിനെ പോലുള്ള വളരെ സീനിയറായ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം കോൺഗ്രസ് സഹയാത്രികനുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ തുടക്കത്തിലുള്ള രാഹുലിനെ കോൺഗ്രസിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് കോൺഗ്രസ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇവിടെ വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് കോൺഗ്രസ്. ഇവിടെ ഒരു നാടകമാണ് കോൺഗ്രസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം അതാണ്. അത് ഒരു ഗ്രൂപ്പ് കോൺഗ്രസിൽ ഒരു വിഭാഗം ആ നാടകത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സ്മൃതി ഉൾപ്പെടെ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്തെ ശക്തമായ ഗ്രൂപ്പ് പോരാണ്. രണ്ടും ചേർന്ന് നിൽക്കുന്നു ഈ വിഷയത്തിനകത്ത് എന്നുള്ളതാണ് ഇവിടെ നാം കാണേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ശ്രീകുമാർ സാർ തന്നെ പറഞ്ഞൊരു പ്രയോഗം എടുത്തു നോക്കിയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതോടുകൂടി അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലാതായി. സ്വതന്ത്രനാണ്. അദ്ദേഹം സ്വതന്ത്ര ചിഹ്നത്തിലല്ലോ ജയിച്ചത്. അദ്ദേഹത്തെ ജയിപ്പിച്ച ചിഹ്നം ഏത്? അദ്ദേഹത്തെ ജയിപ്പിച്ച പാർട്ടി ഏത്? അദ്ദേഹത്തിന് വോട്ടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത പാർട്ടി ഏത്? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തന്നെ മറുപടി പറയണം. ഇവിടെ കോൺഗ്രസ് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ, ഇവിടെ പ്രതിപക്ഷ നേതാവ് കാണുന്ന സാഹചര്യം എന്താ? തന്റെ സഭയിലുള്ള തന്റെ പാർട്ടിയിലുള്ള ഏറ്റവും ജൂനിയറായ ഒരു MLA പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് ശ്രീ VD സതീശൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് ഒരു ഭാഗം. മറ്റൊരു ഭാഗത്തോ കോൺഗ്രസ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു. ഇന്ന് KPCCയുടെ അധ്യക്ഷന്റെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരണം എന്താ? ചിലതിൽ നോ കമന്റ് ആണ്, ഞാൻ മറുപടിയില്ല എന്നാണ്. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും രണ്ട് വാദങ്ങൾ ഇതിനകത്ത് വരുന്നു. നേതാക്കന്മാർ പല വാദങ്ങളുമായി വരുന്നു. അത് ചേരിചിരുന്നുള്ള ഗ്രൂപ്പ് പോരിന്റെ ഒരു ശക്തമായ തലം കോൺഗ്രസിലുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ശ്രീ വിജിൻ, പക്ഷേ നാളെ സഭ ചേരുമ്പോൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പോകുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളാണ്. കസ്റ്റഡി മർദ്ദനത്തിൽ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഇന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. ഇത്രയുമധികം സംഭവങ്ങളുടെ ഒരു നിര പുറത്തു വന്നിട്ടും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പ്രതികരിച്ചത്. അപ്പോൾ പ്രതിപക്ഷം നാളെ അടിയന്തര പ്രമേയമായി ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ കൊണ്ടുവരുമ്പോൾ, അങ്ങ് നേരത്തെ പറഞ്ഞ ജനം എന്നുള്ള വിഷയം വരുമ്പോൾ, ജനങ്ങൾ അനുഭവിക്കുന്ന പോലീസിൽ നിന്ന് നേരിടുന്ന ഈ കിരാതവാഴ്ചയുടെ വിവരങ്ങൾ സഭയിൽ പ്രതിപക്ഷം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പുട്ടിന് പീര പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു പോവുകയാണോ ചെയ്യുക? അല്ല, അതിൽ രണ്ട് ഭാഗമുണ്ട് ശ്രീ. അതിലൊന്ന്, കേരളത്തിലെ പോലീസുമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഭാഗങ്ങളെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കേണ്ട ഭാഗം കേരളത്തെ ഇടതുപക്ഷത്തെയോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും ക്രമസമാധാന നിലയിൽ നമ്പർ 1 അന്വേഷണ ഏജൻസിയിൽ നമ്പർ 1 ഒരു പോലീസിങ്ങിനെ വളരെ കൃത്യമായിട്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുണ്ട്, അത്തരം സ്വഭാവക്കാരുണ്ട്. അത്തരം സ്വഭാവക്കാർ പോലീസ് സേനയിൽ കടന്നു വരുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെയും വകുപ്പിന്റെയും ഉത്തരവാദിത്വം. അത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത്തരം സംഭവങ്ങൾ ചില പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, നടപടി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു അടിയന്തര പ്രമേയത്തെയോ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദത്തെയോ ഭയപ്പെടേണ്ട കാര്യം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനത്തെ സംബന്ധിക്കുന്ന വിഷയമാണല്ലോ, ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന വിഷയമാണ്, ജനത്തിന്റെ ആശങ്കയാണ്, ജനം അനുഭവിക്കുന്ന വിഷയമാണ്. താങ്കൾ ഈ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണി നോക്കിയാൽ 5, 6 കൂടുതൽ കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഓരോന്നും പലതിലും ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ നിലയ്ക്കാണ് അത് വ്യത്യസ്തമാകുന്നത്. പലതും പ്രതികരണങ്ങളായിട്ടും വരുന്നു. അതിൽ നല്ല പ്രായമുള്ള എന്താ പറയുക, വളരെ പ്രായമേറിയ ആളുകൾ വരെ പോലീസിൽ നിന്നും മുഖത്തടിയേറ്റ പ്രായമേറിയവർ വരെ പ്രതികരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം ഒറ്റപ്പെട്ടത് എന്ന് ന്യായീകരിക്കുമ്പോൾ, അതും ഈ വൈകിയ വേളയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ, അതും LDF യോഗത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്, അതിനെ ജനം എങ്ങനെ കാണും എന്നൊരു
ആലോചന നിങ്ങൾക്ക് ഇല്ലേ? അല്ല, ഇവിടെ ഞാൻ വളരെ വ്യക്തമായി തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു ഭാഗം അതാണ്. അതായത് ഇത്തരത്തിൽ ജനങ്ങളോട് പെരുമാറുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഈ ഗവൺമെന്റ് സംരക്ഷിച്ചിട്ടില്ല. പോലീസ് സേന എന്ന് പറയുന്നത് വലിയ എണ്ണം ഇപ്പോൾ ഒന്നോ രണ്ടോ കേസിൽ വരുന്നു. ബാക്കിയെല്ലാം ഈ ട്രാൻസ്ഫറുകളാണ്, സ്ഥലം മാറ്റമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്ന നടപടി. അതിൽ പരം പറഞ്ഞു വിടുക എന്നൊരു കാര്യം ഒരൊറ്റ കേസിൽ നമ്മൾ കേട്ടില്ലല്ലോ ഇപ്പോൾ. ഇവിടെ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തിയതിനു ശേഷം ആ വിഷയത്തിന്റെ സ്വഭാവം കൂടി പരിഗണിച്ച് അന്വേഷണത്തെ തുടർന്നാണല്ലോ നടപടി സ്വീകരിക്കുക. പ്രാഥമികമായ ചില നടപടികൾ എടുക്കും. സസ്പെൻഷൻ അന്വേഷണ വിധേയമായി ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ അത്ര നടപടികൾ സ്വീകരിക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തേണ്ടി വരും. അന്വേഷണം തുടർന്ന് ആ വകുപ്പിനകത്തുണ്ടാകുന്ന അന്വേഷണം തുടർന്ന് പൂർണ്ണമായും പ്രതിയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച്, കാരണം ഏതെങ്കിലും ഒരു കേവലമായ ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നടപടികൾ എന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സ്വീകരിക്കേണ്ട ഒന്നാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തെറ്റായ സമീപനം സ്വീകരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്നില്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അടിയന്തരപ്രമേയത്തെയോ പ്രതിപക്ഷം കൊണ്ടുവരുന്ന വാദങ്ങളെയൊന്നും രാഹുൽ മാങ്കൂട്ടത്തെ വെച്ചുകൊണ്ട് പ്രതിരോധിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ശരി, അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അങ്ങിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.